Hello, welcome to Pep Learning. CUT UG 2024 പ്ലസ് ടുവിന് ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള പ്രവേശന പരീക്ഷ CUT UG എക്സാമിനേഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എത്രയാണ് അപേക്ഷാ ഫീസ് വരുന്നത്, എങ്ങനെയാണ് അപേക്ഷാ ഫീസ് നിർണ്ണയിക്കുന്നത്, ഒരു അപേക്ഷാ ഫീസിൽ നമുക്ക് എത്ര കോഴ്സിന് വരെ കൊടുക്കാൻ വേണ്ടി സാധിക്കും തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് CUT UG എക്സാമിനേഷനിൽ പരമാവധി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന സബ്ജക്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. 6 വിഷയങ്ങൾക്ക് വരെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ ജനറൽ കാറ്റഗറിയിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 വിഷയങ്ങൾക്ക് വരെ അപേക്ഷിക്കുന്നതിന് 1000 രൂപയാണ് കൊടുക്കേണ്ടത്. OBC NCL കാറ്റഗറിയിലോ അല്ലെങ്കിൽ EWS കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 3 വിഷയങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് 900 രൂപയാണ് കൊടുക്കേണ്ടത്. SC ST PWD തേർഡ് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് 800 രൂപയാണ് 3 സബ്ജക്റ്റിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സെന്ററുകളിൽ അപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 4500 രൂപയാണ് കൊടുക്കേണ്ടത്. ഇത് മുമ്പ് ഫോറിൻ നാഷണൽസിന് വേണ്ടിയിട്ടായിരുന്നു. ഫോറിൻ സെന്ററുകളിൽ അപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കുക, 4500 രൂപയാണ് കൊടുക്കേണ്ടത്. അതിൽ ഈ ഇന്ത്യക്ക് പുറത്തുള്ള സെന്ററുകൾ ഇപ്പോൾ ദുബായ്, ഒമാൻ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങൾ, സിംഗപ്പൂർ ഒക്കെ ഉള്ള രാജ്യങ്ങളിൽ എക്സാം സെന്റർ ഉണ്ട്, അവർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇനി 6 വിഷയം കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം 3 സബ്ജക്റ്റ് മാത്രം കൊടുത്തതുകൊണ്ട് നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഒരുപക്ഷെ എലിജിബിലിറ്റി ആയിക്കോളുന്നില്ല. ഒരുപക്ഷെ 4 സബ്ജക്റ്റോ അല്ലെങ്കിൽ 5 സബ്ജക്റ്റോ ഒക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ അഡീഷണലി കൊടുക്കുന്ന സമയത്ത് ജനറൽ കാറ്റഗറിക്കാരൻ 400 രൂപ അഡീഷണലി കൊടുക്കണം. 375 OBC NCL കാറ്റഗറി അതുപോലെ തന്നെ EWS കാറ്റഗറിക്കാർ കൊടുക്കണം. 350 രൂപ അതുപോലെ തന്നെ SC ST തേർഡ് ജനറൽ കാറ്റഗറിക്കാർ കൊടുക്കണം. 1800 രൂപ ഔട്ട്സൈഡ് സെന്റർ, മറ്റ് സെന്ററുകളിൽ അപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കേണ്ടതായിട്ട് വരും എന്നതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത്രയും ഫീസാണ് നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് അപേക്ഷിക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത്. എൻട്രൻസ് എക്സാമിനേഷന് പൂർണ്ണമായിട്ട് അപേക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫീസ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ നിങ്ങളുടെ സൈനും അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടത്. അപേക്ഷാ ഫീസ് കൂടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അപേക്ഷാ പ്രോസസ്സ് പൂർത്തിയാവുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ CUT-യുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.